1923 എടരിക്കോടും സമീപ പ്രദേശങ്ങളിലും പ്രസിദ്ധനായിരുന്ന പൂഴിക്കൽ കുഞ്ഞാമത് മുസ്ലിയാർ മനാഫിൽ ഇൻസാൻ വൈദ്യശാല എന്ന പേരിൽ ആരംഭിച്ച സംരംഭം ഇന്ന് സുവൈദ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രസ്ഥാനത്തിന്റെ ശതാബ്ദിയാഘോഷം വിവിധ പദ്ധതികളുമായി നടപ്പിൽ വരുത്തുകയാണെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തുടങ്ങുമ്പോൾ ഒരു പരിശോധനാ മുറിയും വൈദ്യശാലയുമാണ് ഉണ്ടായിരുന്നത്. പൊതുജന ആരോഗ്യ രംഗത്ത് മാത്രമല്ല പൊതുപ്രവർത്തന രംഗത്തും സജീവമായിരുന്ന അദ്ദേഹം പിന്നീട് വിദ്യാഭ്യാസ രംഗത്ത് 4 പ്രാഥമിക വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. അദ്ദേഹത്തിന്റെ മരണത്തിനു ശേഷം മക്കളായ ഡോക്ടർ പൂഴിക്കൽ ഇബ്രാഹിം ഹാജിയും ഡോക്ടർ പൂഴിക്കൽ ഹുസൈനും പിന്നീട് പിൻഗാമികളാവുകയും മെഡിക്കൽ ഓഫീസേഴ്സായി പ്രവർത്തിച്ച ഇരുവരും പൂഴിക്കൽ കുഞ്ഞാമത് മുസ്ലിയാരുടെ മരണത്തിനു ശേഷം തങ്ങളുടെ മുഴുവൻ സമയവും സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്കായി മാറ്റിവെക്കുകയും സ്ഥാപനത്തെ PK ഫാർമസി എന്നാക്കുകയും ചെയ്തു. ഇതിൻ്റെ സാരഥ്യം ഏറ്റെടുത്തു. അതിനുശേഷം ഇബ്രാഹിം ഹാജി ഗൾഫിൽ പോയ സമയത്ത് എൻ്റെ ഉപ്പ ഡോക്ടർ ഹുസൈൻ ആയിരുന്നു സ്ഥാപനം നടത്തിയിരുന്നു. അവർ അതിനെ PK ഫാർമസി എന്ന് നാമകരണം ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിന് ശേഷം ഞാൻ കോട്ടക്കൽ ആരോഗ്യശാലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നിര്യാണം സംഭവിക്കുകയും അതിനുശേഷം ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ മെഡിക്കൽ ഡയറക്ടറായിട്ട് ചുമതലയേൽക്കുകയും ചെയ്തു. ഡോക്ടർ സിറാജുദ്ദീൻ പൂഴിക്കലാണ് പിന്നീട് ഇവിടെ കിടത്തി ചികിത്സയ്ക്ക് ആവശ്യമായ രോഗികൾക്ക് വേണ്ടി 2011 PKMM ഹെൽത്ത് കെയർ എന്ന പേരിൽ ഹോസ്പിറ്റൽ ആരംഭിച്ചത്. 2015 PKMM ഹെൽത്ത് കെയർ സുവൈദ്യ എന്ന ബ്രാൻഡ് നെയിം സ്വീകരിക്കുകയും ചെയ്തു. ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളുടെ ഉന്നത നിലവാരത്തിനായി സ്വന്തമായി ഔഷധ നിർമ്മാണവും ആരംഭിച്ചു. ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി പുതിയ പദ്ധതികളാണ് മാനേജ്മെന്റ് ആവിഷ്കരിച്ചിട്ടുള്ളത്. സ്കൂൾ കുട്ടികൾക്കായി ആയുർവേദ യോഗ എന്ന വിഷയത്തെ ആസ്പദമാക്കി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കും. ഇവരുമായി സഹകരിച്ച പഴയ തലമുറയിലെ വ്യക്തിത്വങ്ങളെ ആദരിക്കൽ, ക്ലബ്ബുകളും മറ്റ് സംഘടനകളുമായി സഹകരിച്ച് മെഡിക്കൽ ക്യാമ്പുകൾ, എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം സൗജന്യ സ്പെഷ്യാലിറ്റി കൺസൾട്ടേഷൻ, അസ്ഥിബലക്ഷയം, ന്യൂറോപ്പതി തുടങ്ങിയ രോഗങ്ങൾക്ക് സൗജന്യ സ്ക്രീനിംഗ് ടെസ്റ്റ്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും സൗജന്യ യോഗ ക്യാമ്പുകൾ, സുവൈദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിനു കീഴിൽ വിവിധ പാരാമെഡിക്കൽ കോഴ്സുകൾ, ഭാവി തലമുറയ്ക്കും ഔഷധ സസ്യങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്താൻ, ചികിത്സ കഴിഞ്ഞു പോകുന്ന കുട്ടികൾക്ക് ഔഷധ ചെടികൾ വിതരണം എന്നിവ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ടെന്ന് വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ സിറാജുദ്ദീൻ MP ഈശ്വര ശർമ്മ, ഡോക്ടർ ഫസൽ റഹ്മാൻ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടക്കൽ. Happy moments, timeless creations. Wedding collections from Kavita Gold and Diamonds.